റോഡ് സൈഡിൽ സർജറി ചെയ്തു അത്രേ. ആക്സിഡന്റ് പറ്റിക്കിടന്ന ആരെയോ അവിടെ നിന്ന് ഏതോ അലോപ്പതിക്കാർ കഴുത്തിൻ്റെ ഭാഗം കട്ട് ചെയ്തിട്ട് അവർ പഠിച്ചെന്തോ ഒരു സർജറി ചെയ്തത്രേ. അവർ മരിച്ചു എന്നാണ് ഇപ്പോൾ വന്ന വാർത്ത. ആ സമയത്ത് വല്ലാത്ത പ്രശംസയും കാര്യങ്ങളും നിറഞ്ഞു നിന്നപ്പോൾ ശരിക്കും നമ്മളൊരു ഭയത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ജനങ്ങൾ ഇതിനെ എന്തോ ഒരു അന്ധമായി ഒരു നന്മ പോലെ വിശ്വസിച്ച് ഇതുപോലെ അപകടം പറ്റി കിടക്കുന്ന ആൾ അവിടെ വെച്ച് വെട്ടിക്കീറാനും കുത്തിപ്പൊളിക്കാനും അനുവദിച്ചാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വലിയൊരു അപകടമാണ് ഇപ്പോൾ ഇവിടെ ബോധ്യപ്പെട്ടിരിക്കുന്നത്. ആ സർജറി ചെയ്ത യുവതി മരിച്ചു അത്രേ. അപ്പോൾ സ്വാഭാവികമായും ഇങ്ങനെയുള്ള പ്രവണതകൾ ഒരിക്കലും ഒരു അലോപ്പതിക്കാരോട് ഉള്ള അപേക്ഷയാണ്, നിങ്ങൾക്ക് പ്രശസ്തി നേടാനുള്ള അവസരമായിട്ട് ദയവായി ഇത്തരം അവസരങ്ങൾ നിങ്ങൾ കാണരുത്. കാരണം എല്ലാ ആളുകൾക്കും നിങ്ങളുടെ ഈ ചികിത്സ ഇഷ്ടമാകണം എന്നില്ല. എന്ന് മാത്രമല്ല, പലപ്പോഴും നിങ്ങളുടെ ചികിത്സയുടെ ഇത്തരം പ്രവർത്തനങ്ങൾ കാരണം കൊല്ലപ്പെടാനുള്ള സാധ്യതയല്ലേ ഉള്ളത്. ഇവിടെയുള്ള ഈ മരണം കൊല്ലപ്പെടലല്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ സമർത്ഥിക്കാൻ സാധിക്കും? അപ്പോൾ കൺസെന്റ് എഴുതി മരിച്ചാലും കുഴപ്പമില്ല എന്ന് ഒപ്പിട്ട് ബന്ധുക്കളുടെ നിന്ന് വാങ്ങിയിട്ടല്ലേ സാധാരണ നിങ്ങൾ ഇത്തരം അപകടകരമായ പ്രോട്ടോക്കോളുകൾ ആളുകൾ ചെയ്യുന്നത്. അപ്പോൾ ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടാൻ, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ ആശുപത്രികളിൽ അവസരം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ആ ഫ്രസ്ട്രേഷൻ നിങ്ങൾ കാണുന്ന ആളുകളിൽ ചെയ്യുന്ന ഒരു പ്രവണത ഒരിക്കലും നല്ലതല്ല. നിങ്ങൾ കുറേ വർഷം പഠിച്ചു എന്നുള്ളത് ശരിയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ശമ്പളം കിട്ടുന്ന അവസ്ഥയിൽ ചിലപ്പോൾ പേഷ്യൻസ് വരുന്നുണ്ടാവില്ല. പക്ഷെ അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ചെയ്തു പഠിക്കാൻ വേണ്ടി ഇത്തരം അവസരം ദയവായി നിങ്ങൾ ഉപയോഗിക്കരുത്. ഇത് നാടിന് വലിയ ആപത്താണ് എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. ആ യുവതി മരിച്ചു, അല്ലെങ്കിൽ അവർ മരിച്ചു എന്നുള്ള വിവരം പലപ്പോഴും അത് വാർത്ത പലരും അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ സർജറി എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് കഴുത്തു മുറിച്ചു, സ്ട്രോ ഇട്ടു, നിങ്ങൾ പഠിച്ച എന്തോ ഒരു പ്രോട്ടോകോൾ ചെയ്തു, അവർ മരണപ്പെട്ടു. അപ്പോൾ മരണപ്പെട്ടതിൻ്റെ പേരിൽ നിങ്ങളെ ശിക്ഷിക്കണമെന്നോ നിങ്ങൾക്കെതിരെ നിയമ നടപടി എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം നിങ്ങൾക്ക് ആ സമയത്ത് ആവേശം കൊണ്ട് പറ്റിയ ഒരബദ്ധമായിരിക്കും. നിങ്ങൾ അലോപ്പതി പഠിച്ചത് കൊണ്ട് നിങ്ങളത് ശരിയാണെന്ന് വിചാരിച്ച് തെറ്റിദ്ധരിച്ച് ചെയ്ത ഒരു അബദ്ധമായിരിക്കും ഒരുപക്ഷെ അത്. അപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങൾക്കെതിരെ നിയമ നടപടി എടുക്കണം എന്നൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല. പക്ഷെ ഇത്തരം പ്രവണത നിങ്ങൾ സൂക്ഷിക്കണം. ഒരിക്കലും ഇങ്ങനെ ജനങ്ങളെ കൊല്ലാക്കൊല ചെയ്യുന്ന ഒരു രീതിയിലേക്ക്, അപകടകരമായ രീതിയിലേക്ക് നിങ്ങൾ പോകാൻ പാടില്ല. സ്വയം സുഖപ്പെടുന്ന അവസ്ഥ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കെ, ജീവൻ നിലനിൽക്കെ തന്നെ അവിടെയുള്ള ബ്ലഡ് ക്ലോട്ടും ഛർദ്ദിച്ചു പോകാനുള്ള അവസരം ഉണ്ടായിരിക്കെ അപകടകരമായ അവയവങ്ങൾ മുറിച്ച് ഇത്തരം അബദ്ധങ്ങൾ അവരുടെ പോലും അല്ല അവരുടെ കുടുംബത്തിന്റെ അനുവാദം ഇല്ലാതെ ജീവൻ രക്ഷിക്കാൻ എന്ന പേരിൽ അബദ്ധം ചെയ്യരുതേ എന്നൊരു അപേക്ഷ മാത്രമാണ് എനിക്ക് ഈ വിഷയത്തിൽ നിങ്ങളോടുള്ളത്.